ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളാണ്. ദേ അയില കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയ അയില ആയതുകൊണ്ട് കണ്ട നടുക്ക് ഓരോ വര വരഞ്ഞു. അയില മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട അയിലയും മാങ്ങയും കൂടി ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ തേങ്ങാപ്പാൽ ഞാൻ അങ്ങനെ ഇന്ന് വയ്ക്കാൻ പോണേ. ദേ ഇത് കണ്ടോ, ഒരു കൊച്ചു സവാള അരിഞ്ഞു, കരിവേപ്പിലയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് ചൂടാക്കി ഇതെല്ലാം കൂടി എണ്ണയിൽ മൊരിയിപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് പുളിയിട്ട് തിളപ്പിക്കും, മാങ്ങയും കൂടി ഇട്ട്. എന്നിട്ട് ഈ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് കണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞ പാൽ. ഞാൻ അങ്ങനെ വെക്കാൻ, തേങ്ങ അരച്ചല്ല വെക്കണത്. തേങ്ങ ഇതെല്ലാം വറുത്ത് മൂപ്പിച്ചിട്ട് ഇത് ഒഴിച്ച് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ട് വറ്റിക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചു. ഞാൻ അങ്ങനെയാണ് അയില കറി വെക്കുന്നത്. പിന്നെ മെഴുക്കുവരട്ടിക്ക് ഞാൻ ഇത് കണ്ടോ, അച്ചിങ്ങ മേടിച്ചതാണ് കേട്ടോ. കായ ഇത് പാളയംകോടൻ്റെ കായാണ്, ഒരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കായ, തുമ്പത്തുള്ള കായ എടുത്ത് വെച്ചു. നമ്മുടെ നാടൻ്റെ അത്രയും നല്ല കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, അത് കാരണം അതെടുത്ത് വെച്ചു. അപ്പോൾ അച്ചിങ്ങ ഇതുകൊണ്ട് മെഴുക്കും വരട്ടാം, ഇത് കറിയും വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കലത്തേക്ക്. കൂട്ടുകാരെ, അങ്ങനെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കായും അച്ചിങ്ങയും കൂടി ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി ഇടില്ല കേട്ടോ. ഞാൻ കുറച്ച് പച്ചമുളക്, ഉള്ളിയുടെ കൂടെ പച്ചമുളക് ചതയ്ക്കും, പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ഇടും. അതാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. എന്താ അധികം ചുമന്നിരിക്കാത്ത അതുകൊണ്ട് എരിവ് അധികം ഞങ്ങൾക്കിവിടെ വേണ്ട. അതുകൊണ്ട് പച്ചമുളക്, ഉള്ളി ചതയ്ക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് ഇടും. പിന്നെ അതുകൂടാണ് നേരിയതായിട്ട് കുരുമുളക് പൊടി ഇട്ടു. അങ്ങനെ കറി രണ്ടും ഇത് അയിലക്കറി കണ്ട നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അച്ചിങ്ങയും കായും മെഴുക്ക് വരട്ടി, ദാ അയിലക്കറി, മാങ്ങാച്ചാറ്. ഇന്നത്തെ ഊണ് ഇതാണ്.